എല്ലാവർക്കും നമസ്കാരം. ദേവരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ കഥകളായിട്ടല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ശ്വസനക്രിയ എങ്ങനെയാണ്, നമ്മൾ ശ്വസിക്കുന്നത് പെർഫെക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. എൻ്റെ പ്രൊഫഷൻ യോഗയാണ്. അപ്പോൾ യോഗയിലെ നാദാനുസന്ധാനം എന്നൊരു വിഭാഗമുണ്ട്. പ്രാണായാമമായും മെഡിറ്റേഷനുമായും ഒക്കെ നമ്മൾ പറയുന്നതാണ്. കൃത്യമായി പ്രാണായാമമാണോ എന്ന് ചോദിച്ചാൽ അല്ല, മെഡിറ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. രണ്ടും കൂടി ഇടകലർന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ ശ്വസന വ്യവസ്ഥ ശരിയാക്കുന്നതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നാദാനുസന്ധാനം. ശ്വസനം നമ്മളെ പഠിപ്പിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ആയില്ലേ? ഇപ്പോൾ നമ്മളൊരു കുഞ്ഞ് ജനിച്ച് മരണം വരെ അവൻ ശ്വസിച്ചുകൊണ്ടിരിക്കും. അവനോ അവളോ ആരും ആവട്ടെ, ശ്വസനം നമ്മളെ ആരും പഠിപ്പിക്കേണ്ട ഒന്നല്ല. സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ശ്വസനം എന്നാണ് നമ്മുടെ ഒരു ധാരണ. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്, സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനും ഒരു കൃത്യതയുണ്ട്, കൃത്യമായ ഒരു താളമുണ്ട്, കൃത്യമായ ഒരു രീതിയുണ്ട്. അത് ശരിയാണോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. എല്ലാവർക്കും, എല്ലാ സാധാരണക്കാർക്കും, യോഗ പഠിച്ചവർക്ക്, പഠിക്കാത്തവർക്ക്, അങ്ങനെ യാതൊരു കാറ്റഗറൈസേഷനും ഇതിലില്ല. മറിച്ച് എല്ലാ സാധാരണക്കാർക്കും ഇതൊന്ന് പരിശോധിക്കാം ആദ്യം. എന്നിട്ട് ശരിയാക്കുകയും ചെയ്യാം. ആദ്യം നമ്മളൊന്ന് നിവർന്നിരിക്കുക. നട്ടെല്ല് നിവർത്തി, നിങ്ങൾക്ക് ഇരിക്കാൻ എവിടെയാണോ സാധിക്കുക അവിടെ. താഴെ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം, ചെയറിലിരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. താഴെ ഇരിക്കാൻ എല്ലാവർക്കും സാധ്യമാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ചെയറിലിരിക്കാം, ബെഡിലിരിക്കാം, സെറ്റ്. നിങ്ങൾ എവിടെ ഇരുന്നാലും നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം പതുക്കെ ഇടത് കൈ എടുത്ത് വയറിന് മുകളിൽ വെച്ച്, വലത് കൈ പതുക്കെ, ചിന്മുദ്ര വേണമെങ്കിൽ ചിന്മുദ്ര പിടിക്കാം. എന്തായാലും ഒരു ഭംഗിയായിട്ട് ഇരുന്നോട്ടെ അല്ലേ. ചിന്മുദ്ര പിടിച്ച് കണ്ണുകൾ അടച്ച് കൃത്യമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാം. നിങ്ങളുടെ കൈ വയറിന് മുകളിൽ വെക്കാൻ പറഞ്ഞത്, നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ വയറ് പുറത്തേക്കാണോ തള്ളി വരുന്നത്, അകത്തേക്കാണോ പോകുന്നത് എന്നറിയാനായിട്ടാണ്. എങ്ങനെയാണിത് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് നിങ്ങളോട് നിങ്ങളുടെ വയറിൽ തന്നെ കൈവച്ചു നോക്കാൻ പറയുന്നത്. സ്വാഭാവികമായും നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് തള്ളി വരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറുള്ളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ വയറ് നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ പുറത്തേക്ക് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ഉള്ളിലേക്ക് പോവുകയാണോ ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ യോഗ ക്ലാസ്സുകളിൽ എല്ലായിടത്തും ഇത് പരിശോധിക്കാറുണ്ട്. 80% ആളുകളും തെറ്റായ രീതിയിലായിരിക്കും ശ്വസിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം പരിശോധനയിലൂടെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ ശരിയായ രീതിയിലാണോ ശ്വസിക്കുന്നതെന്ന്. ഇനി ഇത് തെറ്റായ രീതിയിലാണ് ശ്വസിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നാദാനുസന്ധാനം എന്ന പ്രക്രിയയിലൂടെ നമുക്കത് ശരിയാക്കിയെടുക്കാൻ സാധിക്കും. വളരെ സിമ്പിളായി ഒരു 10 മിനിറ്റ് പോലും തികച്ചു വേണ്ടാത്ത ഒരു കുഞ്ഞു കാര്യം സ്ഥിരമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ശ്വസനക്രിയ ശരിയാവുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്ത്, നിങ്ങളുടെ നെർവ്സ് സ്റ്റിമുലേറ്റ് ചെയ്ത്, നിങ്ങളുടെ പ്രാണനെ ഏറ്റവും ഊർജ്ജസ്വലമാക്കി മാറ്റാൻ കൂടി നാദാനുസന്ധാനം എന്ന പ്രക്രിയയിലൂടെ സാധിക്കും. അത് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഇന്ന്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായി നടക്കുന്ന ഈ ശ്വസനക്രിയ നമുക്കൊന്ന് അറിഞ്ഞുകൊണ്ട്, മനസ്സും ശരീരവും അറിഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ആദ്യം ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് സ്വാഭാവികമായി എടുക്കുന്നത് പോലെ ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശേഷം ആ ശ്വാസത്തെ പുറത്തേക്ക് വിടുമ്പോൾ, ഉള്ളിലേക്ക് എടുക്കുന്നതിനെ നമ്മൾ പൂരകമെന്നും പുറത്തേക്ക് വിടുന്നതിനെ നമ്മൾ രേചകം എന്നും പറയും.
നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന് കുംഭകം എന്നുമാണ് പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുംഭകം നമ്മൾ പ്രയോഗിക്കേണ്ടതില്ല എന്നതുകൊണ്ട് കുംഭകം വേണ്ട. പൂരകം, ഉള്ളിലേക്ക് പൂരിപ്പിക്കുന്നത്, ഉള്ളിലേക്ക് നിറയ്ക്കുന്നത്. ഈ ശ്വാസത്തെ സ്വാഭാവികമായി ഉള്ളിലേക്ക് എടുക്കുകയും സ്വാഭാവികമായ രീതിയിൽ തന്നെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന സമയത്ത്, ഈ പുറത്തേക്ക് ശ്വാസം വിടുന്ന സമയത്ത് ശബ്ദമായ അ, അകാരം നമ്മൾ ഉച്ചരിക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ എത്ര ദൈർഘ്യമാണോ നമുക്ക് ശ്വാസത്തിന് ലഭിക്കുന്നത്, ആ ഒരൊറ്റ ശ്വാസത്തിൽ എത്ര ദൈർഘ്യം കിട്ടുന്നുണ്ടോ അത്രമാത്രം. ഒരിക്കൽ കൂടി ചെയ്യാം. അകാരമാണ്, ജാഗ്രത് എന്ന ഭാവമാണ് അത് സൂചിപ്പിക്കുന്നത്. ഉദരത്തെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഉദരം പുറത്തേക്ക് തള്ളി വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത്, അതായത് അകാരം ഉച്ചരിക്കുന്ന സമയത്ത് നമ്മളുടെ വയറ് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഇനി രണ്ടാമതായി അടുത്ത ശബ്ദം വരുന്നത് ഉകാരമാണ്. ഉകാരം. ഉകാരം ഇതുപോലെ തന്നെ നമ്മൾ സ്വാഭാവികമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് ശ്വാസം വിടുന്ന സമയത്ത് ഉകാരം ഉച്ചരിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ചെയ്യാം. ഈ ശ്വസനം ഉകാരം ഉച്ചരിച്ചുകൊണ്ടുള്ള നമ്മൾ ശ്വസനം ചെയ്യുന്നത് നെഞ്ചിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. നെഞ്ചിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശ്വാസം ഉള്ളിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ചെസ്റ്റ് വികസിക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ചെസ്റ്റ് ഒന്നുള്ളിലേക്ക് വലിയുകയും ചെയ്യുന്നത്. അടുത്തത് ഇത് സ്വപ്നാവസ്ഥയാണ്. അടുത്തത് ഇതുപോലെ തന്നെ ശ്വാസം നമ്മളിൽ ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുന്ന സമയത്ത് എന്നുള്ള ശബ്ദമാണ് വരേണ്ടത്. നോക്കാം. ഒരിക്കൽ കൂടി നോക്കാം. ഈ 3 ശബ്ദങ്ങളിലൂടെയാണ് നമ്മൾ ഈ നാദാനുസന്ധാനം ചെയ്യുന്നത്. നമ്മുടെ പ്രാണന്റെ വ്യവസ്ഥയെയാണ് നമ്മൾ കൃത്യവും താളാത്മകവുമാക്കി മാറ്റുന്നു. അതിനോടൊപ്പം ഇതിന് ഒരു ശബ്ദം കൂടി നൽകുകയാണ്. ആ, ഉ, ഇത് കൂടിച്ചേർന്നാൽ ഓംകാരമാവും. ഈ പ്രപഞ്ചത്തിന്റെ ശബ്ദമായ ഓംകാരമായി തീരും. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കൃത്യമായി നമ്മൾ ഒരു 7 തവണ, ഓരോ ശബ്ദവും 7 തവണ വീതം ചെയ്താൽ 21 തവണയാവും. ഏറ്റവും മിനിമം ഒരു 21 തവണ ചെയ്യാൻ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ കാര്യം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ചെയ്യുക, അതല്ലെങ്കിൽ രാവിലെ ചെയ്യുക, എപ്പോഴാണോ നിങ്ങൾക്ക് സാധിക്കുക. ഏർലി മോർണിംഗ് ചെയ്യണമെങ്കിൽ അങ്ങനെ, അതല്ല ഈവനിങ് ആണ്, നിങ്ങളുടെ സാധ്യമായ സമയത്ത് കൃത്യമായി നിങ്ങൾ എല്ലാ ദിവസവും ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ചേഞ്ച് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. നിങ്ങളുടെ ശ്വസനം കൃത്യമാവുന്നു, അതായത് നമ്മുടെ ബോഡിയിലേക്കുള്ള ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നു. നമ്മുടെ എല്ലാ നെർവ്സും
കൃത്യമായി ചലനം സാധ്യമാവുന്നു. എല്ലാ നെർവ്സും കൃത്യമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ അകാരവും ഉകാരവും വായ തുറന്ന് നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനോടൊപ്പം വായ തുറന്ന് ഈ ശബ്ദത്തിന്റെ ഉച്ചാരണത്തിലൂടെ ഉച്ചാരണം കാണിക്കുന്നത് നമ്മൾ വായ തുറന്ന് ശ്വാസം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ശബ്ദമായ തീർച്ചയായും ഒരു മെഡിറ്റേഷന്റെ ഗുണം ചെയ്യുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു പ്രാണായാമമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും പ്രാണായാമമല്ല, മറിച്ച് ഒരു ക്രിയയാണോ ഒരു മെഡിറ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും മെഡിറ്റേഷനുമല്ല. പക്ഷെ രണ്ടിന്റെയും ഗുണം നമുക്ക് ഇതിന് ഒരുപോലെ സാധ്യമാണ്. നമ്മുടെ ആദ്യ 2 ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോഴും അത് പൂർണ്ണമായും ഒരു പ്രാണായാമത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ശബ്ദമായ ഉകാരം ഉച്ചരിക്കുമ്പോൾ നമ്മൾ വായ അടച്ചു പിടിച്ചു, കണ്ണുകൾ അടച്ചു പിടിച്ചു. നമ്മളൊരു മണിയടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് കഴിഞ്ഞ് ഒരു കമ്പനം ഉണ്ടാവും അല്ലേ? അതുപോലെ ഈ എന്നുള്ളത് ഉച്ചരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഉച്ചരിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ കമ്പനം ഉണ്ടാവുന്നത് നമ്മുടെ ബ്രെയിനിലാണ്. കൃത്യമായ രീതിയിൽ നമ്മൾ അത് ചെയ്താൽ നമ്മുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യും. മാത്രമല്ല നമുക്കൊരു റിലാക്സേഷൻ, കൃത്യമായ റിലാക്സേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മുടെ ശ്വസന വ്യവസ്ഥ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ക്രിയാത്മകമായ രീതിയിൽ പ്രവർത്തിച്ചാൽ ബാക്കി എല്ലാ ഓർഗൻസിനുമുള്ള ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ മുഴുവനായി ലഭിക്കുകയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും ഏറ്റവും ഊർജ്ജസ്വലമായി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുക എന്നുള്ളതാണ്. ഈ പ്രക്രിയയിലൂടെ നമുക്ക് മനസ്സിനും ശരീരത്തിനും ആവശ്യമായ ഊർജം ലഭിക്കുന്നു. ഈ പ്രക്രിയയിലൂടെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നു. അപ്പം മൈൻഡ് റിലാക്സേഷൻ കൂടി പൂർണ്ണമാവുന്നു. എല്ലാവർക്കും ഈ നാദാനുസന്ധാനം എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക, ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഇനി പുതിയൊരു പ്രക്രിയ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്നേഹം, നന്ദി.